ആലപ്പുഴയിൽ ഒരു പരിപാടി തുടങ്ങാൻ വൈകിയതിന്റെ പേരിൽ മുതിർന്ന CPM നേതാവായിട്ടുള്ള ജി സുധാകരൻ വേദിയിൽ നിന്ന് ക്ഷുഭിതനായി ഇറങ്ങിപ്പോയിരിക്കുകയാണ്. പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നത്. 10 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 11 മണിയോടുകൂടി തുടങ്ങാത്തതിലും ആണ് അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ ആലപ്പുഴയിൽ നടക്കാനിരുന്ന CBC വാര്യർ സ്മൃതി പരിപാടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. പുരസ്കാര സമർപ്പണത്തിനായാണ് ജി സുധാകരൻ എത്തിയത്. ഇതിൽ അദ്ദേഹത്തിന്റെ അനിഷ്ടങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെയാണ് മോദിജിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി എന്ന് ശോഭാ സുരേന്ദ്രൻ ഇട്ട പോസ്റ്റ് കൂടി വായിക്കേണ്ടത്. ജി സുധാകരനെ ഞങ്ങൾ ഇങ്ങെടുക്കുക, BJPക്ക് വജ്രായുധം കയ്യിൽ കിട്ടി എന്ന് തന്നെയായിരുന്നു അതിൽ നിന്ന് വ്യക്തമായത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ 4 പാടും ഓട്ടം തുടങ്ങിയതും അന്നു മുതലാണ്. പിണറായിക്കും പേടി ശോഭാ സുരേന്ദ്രൻ കളത്തിലിറങ്ങുമോ എന്ന് തന്നെയാണ്. ജി സുധാകരൻ മോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നത് CPMലേക്ക് വഴിവെട്ടാൻ ശോഭാ സുരേന്ദ്രൻ പാത ഒരുക്കിയിരിക്കുകയാണ് എന്ന് അന്ന് മുതൽ തന്നെ ചർച്ചയുണ്ടായിരുന്നു. ഇടഞ്ഞു നിൽക്കുന്ന CPM നേതാക്കളെ ചൂണ്ടാൻ BJP ഓപ്പറേഷൻ താമര പയറ്റുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഇടത് വലത് പാർട്ടികളിലെ നേതാക്കളെ BJP പാളയത്തിലെത്തിക്കാൻ അമിത്ഷാ നിയോഗിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെയാണ്. സുധാകരൻ നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നത് CPMനെ ഞെട്ടിച്ചിരുന്നു എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്നത്തെ ഈ പ്രവർത്തനവും കൂടി ആയപ്പോൾ ആ ഞെട്ടൽ കുറച്ചുകൂടി ഞെട്ടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സുധാകരന് നന്ദി അറിയിച്ച് ശോഭാ സുരേന്ദ്രൻ കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെ തന്നെ അത് വലിയ ചർച്ചയായിരുന്നു. ജി സുധാകരനെ ഉടനെ തന്നെ സുധാകർ ജി എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം എത്തും എന്നായിരുന്നു അന്ന് ആ പോസ്റ്റ് കണ്ട പലരും പറഞ്ഞിരുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് കൃത്യമായ കാര്യം, അതായത് ഒരു 10 മണി തുടങ്ങേണ്ട പരിപാടി 1 മണിക്കൂർ വൈകുമ്പോൾ സ്വാഭാവികമായും ആർക്കാണെങ്കിലും ദേഷ്യം വരും. ആ ദേഷ്യം പൊട്ടിത്തെറിക്കും. അതിനുശേഷം വേദി വിട്ട് പോകുന്നത് സ്വാഭാവികമാണ്. ജി സുധാകരൻ അത് ഇവിടെ കൃത്യമായി ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് അറിയുന്നവരാണ് പലരും പറയുന്നത് അദ്ദേഹത്തിന്റെ ദേഷ്യം തുടങ്ങി, അദ്ദേഹം കൃത്യമായി കളിച്ചു തുടങ്ങി, അദ്ദേഹത്തിന്റെ ദേഷ്യം പൊതുവേദികളിൽ പ്രകടിപ്പിച്ചു തുടങ്ങി, ഇതൊക്കെ തന്നെ ഈ CPMൽ നിന്ന് ചാടാനുള്ള തന്ത്രങ്ങൾ തുടങ്ങിയതിന്റെ ഒരു ലക്ഷണങ്ങളാണ് എന്ന് പലരും പറയുന്നുമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു വ്യാജ വാർത്ത എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഒരു വ്യാജ വാർത്ത പരന്നിരുന്നു. അതും ജി സുധാകരനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ജി സുധാകരൻ മോദിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ അഴിമതിരഹിത ഭരണമാണ് കാഴ്ചവെക്കുന്നതും ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് സുധാകരൻ ജിക്ക് നന്ദി എന്നായിരുന്നു അന്ന് ശോഭാ സുരേന്ദ്രൻ കുറിച്ചത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന പോസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. അതായത് പിണറായി വിജയൻ സഖാവിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതലും വിശ്വാസമുള്ളത് നരേന്ദ്രമോദിയാണ് എന്ന് ജി സുധാകരൻ പറഞ്ഞു എന്നാണ് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നത്.